നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH544 കൂടിയാണ്. നമ്മളിന്ന് കുതിരാൻ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ചുവന്നമണ്ണ് അക്വഡക്റ്റ്. ഇടയ്ക്ക് റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നീട് അധികാരികൾ വന്നിട്ട് ഇവിടെ ആൾക്കാർ കുളിക്കുന്നതൊക്കെ തടയുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളിത് നമ്മുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആയിരുന്നു, തുരങ്കത്തിൻ്റെ ഇട സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ നേരത്തെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം തുരങ്കമായതുകൊണ്ട് അതിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ തുരങ്കം കയറി അപ്പുറത്തിറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് പോകാം. നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുവാണ്. ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കത്തിന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഒരുപാട് ബ്ലോക്കിൽ പെട്ട് കിടന്ന ആൾക്കാരെ ഒരുപാട് സമയം ലഭിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു തുരങ്കമാണ് ഈ ഒരു തുരങ്കം. നമ്മളപ്പോൾ ഈ ഒരു തുരങ്കത്തിൻ്റെ മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പം ഈ തുരങ്കം കയറി ഇറങ്ങി അല്ലാതെ നമുക്ക് ഈ ഒരു കുതിരാൻ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ വന്ന് ഇതിലേ കൂടെ കയറി ഇതിലേ വേണം നമുക്കിനി കുതിരാനിലേക്ക് തിരിച്ച് നമ്മുടെ തുരങ്കത്തിൻ്റെ അങ്ങോട്ട് തന്നെ പോകണം. നേരത്തെ നമുക്കോട്ട് പോകുന്ന വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലെഫ്റ്റ് കയറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്കത് സാധിക്കില്ല. നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കം കയറി ഇറങ്ങിയ അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോവുകയാണ്. അതായത് ആ ടണലിൽ കൂടെ നമ്മൾ വന്ന അതേ ഭാഗത്തേക്ക് തന്നെ തിരികെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടണലിൽ കൂടിയല്ല പോകുന്നത്, ഈ കാണുന്ന വഴിയിൽ കൂടിയാണ്. ഒരു കാലത്ത് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വഴിയാണിത്. ഇതിലെ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം എന്തുമാത്രം ബ്ലോക്കിൽ പെട്ടാണ് ഈ കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പ് ഇവിടെ കിടന്നിരുന്നതെന്ന്. ലോറിക്കാരൊക്കെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കും. പിന്നെ അതുപോലെ ചെറിയ തട്ടുകടകളും ചായക്കടകളും ഒക്കെ ആയിട്ട് ആകെ ഒരു മേളമൊക്കെ ആയിരുന്നു ഈ സ്ഥലം. ഇനിയിപ്പോൾ ഫുള്ള് ശാന്തമായിട്ട് കിടക്കുകയാണ്. വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ല. ഇവിടേക്ക് വരുന്ന ആൾക്കാരും മാത്രമല്ല അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരും മാത്രമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പഴയ NH ഉപയോഗിക്കുന്നത്. മിക്കവാറും വരുന്ന ആൾക്കാരൊക്കെ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോകുന്ന വഴിക്ക് ഞാൻ മാത്രമേ കാണത്തുള്ളായിരിക്കുമെന്ന്. പക്ഷേ എന്നെ ഓവർടേക്ക് ചെയ്ത് പല വാഹനങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ആൾക്കാർ വന്ന് ചേരുന്നുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കണം. കാര്യം ക്ഷേത്രം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിഞ്ഞത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പോകുന്ന വഴിയിൽ മിക്കവാറും ബോർഡുകൾ കാണാം, ഇതുപോലെ ആനയുടെ സഞ്ചാരപാതയാണെന്നുള്ളത്. അപ്പോൾ രാത്രിയിലൊക്കെ വരുന്നവർ ഇതിലെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം എന്നൊക്കെ ഒരു ബോർഡ് മിക്കവാറും നമുക്ക് ഇതിലെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളത് കുതിരാൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ആനയുടെ സഞ്ചാരപാതയാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് നൈറ്റ് രാത്രിയൊക്കെ പോകണമെന്ന് സൂക്ഷിച്ച് പോകണമെന്നൊക്കെ ഇവിടെ ബോർഡ് വെക്കുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പം നമ്മളിത് ആ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ പിന്നീട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുതിരാൻ ടണലല്ല കുതിരാൻ അയ്യപ്പ ക്ഷേത്രമായി. ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ തന്നെ പണ്ടൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇതിലേക്ക് വന്ന് പെട്ടിട്ടുള്ളവർ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് അടിക്കുക. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതൊക്കെ പരിഹാരമായത് ഈ കുതിരാൻ ടണൽ വന്നതിൽ പിന്നാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കുതിരാൻ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നോട്ടൂടെ പോയിട്ട് നമ്മുടെ റോഡ് ഇവിടെ വരെ ഉണ്ടെന്ന് നോക്കുവാണ്. ഈ റോഡ് മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരികെ വരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ കുതിരാൻ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെയൊക്കെ വന്യമൃഗങ്ങൾ ആനയൊക്കെ ക്രോസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈറ്റ് ഇതിൽ നിന്ന് നിങ്ങൾ വരുമ്പം ശ്രദ്ധിക്കുക. നൈറ്റിലേ വരേണ്ട ആവശ്യം വരുന്നില്ല. ആകെ ക്ഷേത്രത്തിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. ഇവിടെയൊക്കെ റോഡ് ചില സൈഡിലൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദൂരം കൂടെ പോയി കഴിയുമ്പോൾ റോഡ് എൻഡാവും. അപ്പം നമ്മൾ കുതിരാൻ ടണലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, പാരലായിട്ട് വരുന്നത്.
ഇവിടെ വരുമ്പോൾ തന്നെ ചെറുതായിട്ട് വാഹനങ്ങൾ പോകുന്നൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ ഈ റോഡിൻ്റെ എൻഡ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ റോഡ് ഇത് ഇവിടെ തീർന്നിട്ടുണ്ട് കണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ വന്നത്. പഴയ പാതയായിരുന്നു. പണ്ട് ഒരുപാട് വാഹനങ്ങളും ചരക്ക് ലോറികളും കാറുകളും ജീപ്പുകളും ബൈക്കുകളും എല്ലാം കൂടെ കടന്ന് പോയിക്കൊണ്ടിരുന്ന ബ്ലോക്കിൽ പെട്ട് കിടന്ന കുതിരാൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ടാറിങ് എല്ലാം കളഞ്ഞിട്ട് റോഡ് ഇവിടെ ബ്ലോക്കായിട്ട് ഇവിടെ തീരുവാണ്. അപ്പോൾ നമ്മളതിൽ കുതിരാൻ അമ്പലം കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് ഈ റോഡൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തുകൊണ്ടാവും ഈ റോഡ് തുറന്നങ്ങോട്ട് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഇവിടെ നിന്ന് വണ്ടികൾ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ മിക്കവാറും ആ ഒരു റോഡിനവിടെ ചെന്ന് മൊത്തം കൂടെ പണിയാവും. അപ്പോൾ ആ തുരങ്കത്തിൻ്റെ മുമ്പിലുള്ള ആ ഒരു ബ്ലോക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും ഈ റോഡങ്ങ് അടച്ചത്. ഈ വിഷയത്തിൽ പോകേണ്ട കാര്യമില്ല. അമ്പലത്തിൽ പോകേണ്ടവരെ നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ കൂട്ട് തന്നെ വന്നാൽ മതി. ഇവിടെയൊക്കെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇനിയും പോയി നോക്കാമേ. ഒരു കാലത്തെ ഇവിടെയൊക്കെ എന്തുമാത്രം ബ്ലോക്കായിരുന്നു എന്നറിയാം. ആ റോഡാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ പല ഭാഗങ്ങളിൽ ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ ആനകളുടെ സഞ്ചാരപാതയെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നൈറ്റ് വരുന്നവർ പറഞ്ഞാൽ നൈറ്റിലേക്കൂടെ ഇപ്പോൾ രാത്രി യാത്ര ഇപ്പോൾ പറ്റില്ല. കാര്യം അമ്പലത്തിൽ മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ. ബാക്കി ഇങ്ങോട്ടൊന്നും പറ്റില്ല. ജനവാസ മേഖലയൊക്കെയാണ് അപ്പോഴത്തെ. എങ്കിലും ശ്രദ്ധിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് കുതിരാൻ ക്ഷേത്രം കൂടെ കാണാമേ. അത് കഴിഞ്ഞാൽ ആ തുരങ്കത്തിൻ്റെ അല്ലെങ്കിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാമേ. നല്ല മുഴക്കമാണ്. ഇതിൻ്റെ നടുക്ക് കുഴിയൊക്കെ ആയിട്ട് ദേ കല്ലൊക്കെ എടുത്ത ആൾക്കാർ വെച്ചേക്കാണ്. കുഴി കാടൊക്കെ പിടിച്ച് കിടക്കുവാണേ. എന്താ അല്ലേ, ഒരു കാലത്ത് എങ്ങനെ തിരക്കുണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയായിട്ടാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. അത് കഴിഞ്ഞാണ് നമ്മൾ മുന്നോട്ട് വന്നതേ. കല്ലൊക്കെ ഇട്ടേക്കുവാണ്. കുരങ്ങന്മാരെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ വരുന്നവർ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. വണ്ടിയിലൊക്കെ വെച്ചിട്ട് പോകുമ്പോഴേ, ബൈക്കിലൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോവും. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ താഴെയാണേ ഉള്ളത്. ഇവിടെ വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടല്ലേ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. റോഡ് നിർത്തിയെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. തുരങ്കം വന്നതിന് ശേഷവും. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോയി നോക്കാമേ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ കുതിരാൻ മലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ ദേശീയപാതയിലൂടെ ആൾക്കാർ പോകുന്നതുകൊണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേർച്ചയൊക്കെ കഴിക്കുമായിരുന്നു. കിഴക്കോട്ട ദർശനമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠ. കുതിരപ്പുറത്ത് ഉപവിഷ്ടനായ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ. കൂടാതെ തന്നെ പരമശിവന്, പിന്നെ ഉപദേവതകളായിട്ട് ഗണപതിയെ, സരസ്വതി, സുബ്രഹ്മണ്യന്, മഹാവിഷ്ണു, മാളികപ്പുറത്തമ്മ, അങ്ങനെ ഉപദേവതകളുമുണ്ട്. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് വിചാരം ഉണ്ടായിരുന്നു ഒരു NH ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കാടൊക്കെ കയറി കിടക്കുവാണ്, വാഹനങ്ങളൊക്കെ തടഞ്ഞ് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കുതിരാൻമലയിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ കുറയാന്നുള്ളത്. ഈ അയ്യപ്പൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നിയെന്തറിയോ? അയ്യപ്പൻ്റെ ഒരു പ്രത്യേകത മിക്കവാറും ശബരിമലയാണേലും അച്ചൻകോലൊക്കെ ആണെങ്കിലും എത്ര കാട്ടിക്കൊണ്ട് വെച്ചാലും അയ്യപ്പനെ കാണാനുള്ളവർ അവിടെ തന്നെ വരും. ആ ഒരു സംഭവം കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ തിരക്കൊക്കെ കുറവായിരിക്കും, അത്യാവശ്യം ആൾക്കാർക്ക് കുറവായിരിക്കും, അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും തൊഴാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അയ്യപ്പന് അങ്ങനെ ഒരു വൈബ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പാമ്പങ്കാട്ടിൽ എന്നു പേരുള്ള ഒരു കുടുംബത്തിൻ്റെ വകയുള്ള ട്രസ്റ്റാണ് ഈ ഒരു ക്ഷേത്ര ഭരണം നടത്തുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഉണ്ടല്ലോ, ഈ പാമ്പങ്കാട്ടിൽ കുടുംബത്തിലെ ഒരു പൂർവികനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കൽ ഈ സ്വന്തം കുതിരയുടെ പുറത്ത് കയറി ഈ കുതിരാൻ വഴി യാത്ര ചെയ്യുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും അവശനായ അദ്ദേഹം അടുത്ത് കണ്ട ഒരു നീരുറവയിൽ കുളിക്കാൻ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ കുതിരയെ അദ്ദേഹം ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷമാണ് കുളിക്കാൻ ഇറങ്ങിയത്. കുളി കഴിഞ്ഞ് വിശ്രമിച്ചിട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ കുതിരയുടെ അടുത്ത് വന്നിട്ട് യാത്ര തുടരാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കുതിര അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. കുതിര ഒരടി പോലും മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ
കുതിര നിന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അത് നോക്കിയിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അവസാനം ഏറെ നേരം ശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കുതിരയെ അനക്കാൻ സാധിച്ചത്. അന്ന് രാത്രി ആ കാരണവർക്ക് ശാസ്താവിൻ്റെ ഒരു സ്വപ്നദർശനം ഉണ്ടായി. കുതിരപ്പുറത്തിരിക്കുന്ന രീതിയിലുള്ള ശാസ്താവിൻ്റെ കുതിര നോക്കിയിരുന്ന സ്ഥലത്ത് തൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്, ആ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് കുതിര അനങ്ങാതിരുന്നതെന്നും പറയുകയുണ്ടായി. അങ്ങനെ കുതിര നോക്കിയിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയായിരുന്നു. ഇന്ന് കാണുന്ന പോലെയല്ല, പിന്നീട് പല പല ഘട്ടങ്ങളായിട്ടാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന ലെവലിലേക്ക് ആയത്. ഇവിടെ കണ്ടില്ലേ, മറ്റ് ചില കലാപരിപാടികളും കൂടെ നടക്കുവാണേ, തകർക്കുവാണ്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മൾ വരുന്നുണ്ട് ഹെൽമെറ്റും ഒക്കെ വണ്ടിയിലേക്ക് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം. വണ്ടി തുറന്നിട്ട് കഴിഞ്ഞാൽ വണ്ടി കയറി നശിപ്പിക്കും. മറ്റൊരു കഥ പറയുന്നതറിയാം, പണ്ട് ഈ പറയുന്ന കൊച്ചി രാജാവൊക്കെ നമ്മുടെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വലിയ മലയായിരുന്നല്ലോ ഇവിടെ, അന്നേരം പോകുന്ന സമയത്ത് കുതിരയിൽ പുറത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുതിരയ്ക്ക് ഇവിടെ കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുതിര അവിടെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, കുതിര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നീട് കുതിര കയറാൻ മലയായി, പിന്നീടത് കുതിരാൻ ആയി എന്നൊക്കെ മറ്റൊരു ഭാഷ്യം കൂടെ ഉണ്ട് ഇതിനെ. ഇവിടെ കണ്ടല്ലേ, ആ ബൈക്കിലൊക്കെ കയറി, കാറിൽ കയറി ആ 800 കയറി ഇരിക്കുവാണേ. ഫുള്ള് വണ്ടികളാണ്, കുരങ്ങന്മാർ ഫുള്ള് വണ്ടികളാണ്. നമ്മൾ ഹെൽമെറ്റോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ മാറി മൊത്തം കുളമാക്കും. എല്ലാ കാറിലും കയറി ഫുൾ ചെക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ കുതിരാൻ ക്ഷേത്രത്തിൽ കുതിരപ്പുറത്തുള്ള വാജിവാഹനായ അയ്യപ്പനാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ശരിക്കും ഒരു വൈബായത്. കാര്യം വാഹനങ്ങളുടെ തിരക്ക് ബ്ലോക്കൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് സുഖമായിട്ട് വന്ന് തൊഴാൻ സാധിക്കും. അതുപോലെ സൈലൻ്റായിട്ട് ഏരിയയാണ്, ശാന്തമായ അന്തരീക്ഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ നല്ലൊരു വൈബ് വന്നതെന്ന് പറയാം. വൈബാണോ എനിക്കറിയില്ല, വൈബെന്ന് പറയാൻ പറ്റുമോ വാക്ക് എനിക്കറിയില്ല. എന്നാലും ആ ഒരു ഭക്തിപരമായ ഒരു അന്തരീക്ഷം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അയ്യപ്പ തിരക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ വന്ന ക്ഷേത്രമാണേ. അപ്പോൾ വരുന്നവർ ഹെൽമെറ്റൊക്കെ നല്ലപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക. കാറിൻ്റെ ഡോറൊന്നും തുറന്നിടാതിരിക്കുക, മറ്റ് സാധനങ്ങളൊന്നും വണ്ടി വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കിട്ടത്തില്ല. കുരങ്ങന്മാർ നല്ലപോലെ ശല്യം ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിന് ഓപ്പോസിറ്റായിട്ട് റോഡിൻ്റെ ഈ സൈഡിലാണ് കിരാതമൂർത്തിയുടെ ഒരു സാന്നിധ്യം ഉള്ളത്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കേരള പഴനി ക്ഷേത്രം എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. അടിപൊളി ഒരു ക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.